ഈ ദിനേശേട്ടൻ്റെ ഒരു ഭാഷ ഇപ്പം സാമൂഹിക മാധ്യമങ്ങളിൽ ഭയങ്കരമായിട്ട് ഹിറ്റായിരുന്നു. അഴുക്കപ്പയല്. ഇതെന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ തന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ മാത്രം ഉദ്ദേശിച്ചാണ്. സംശയമുണ്ടോ? എനിക്കുള്ള പ്രശ്നം എവിടെയെന്ന് അറിയാം സാബു, ഞാനൊരു പൊട്ടപ്പടേ ചെയ്തുള്ളൂ, ഓടിയില്ല. പക്ഷേ ഞാൻ 41 വർഷമായിട്ട് ഞാൻ കഴിക്കുന്ന ആഹാരം സിനിമയുടെയാണ്. എന്നാലും അതിലെന്റെ ഒരു മര്യാദ. അത് അസിസ്റ്റന്റ് ഡയറക്ടർ ആവട്ടെ, PR ആവട്ടെ, അസോസിയേറ്റ് ഡയറക്ടർ ആവട്ടെ, ഡയറക്ടർ ആവട്ടെ, സീരിയൽ ഡയറക്ടർ ആവട്ടെ, അല്ലെങ്കിൽ ഇപ്പോഴത്തെ യൂട്യൂബ് ആവട്ടെ. യൂട്യൂബ് പോലും ഞാൻ സിനിമയല്ലേ ചെയ്യണം. എൻ്റെ ഒരുപാട് പേര് പല വിഷയങ്ങളും വിളിച്ചു പറയുമ്പോൾ ഞാൻ പറയും സോറി, സിനിമയല്ലാതെ ഒന്നും ലൈസ് ക്യാമറ ആക്ഷനിൽ വരില്ല എന്ന് ഞാൻ പറയും. കാരണം നീയല്ലേ, അതുകൊണ്ടാ സംശയം. അല്ലെങ്കിൽ ഞാൻ ഫെഫ്കയിൽ നിന്ന് രാജിവെച്ചു, മാറ്റിൽ നിന്ന് രാജിവെച്ചു, ടെലിവിഷൻ വെട്ടേണ്ടിൽ നിന്ന് രാജിവെച്ചുവെങ്കിലും എല്ലാം നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. കാരണം എൻ്റെ അല്ലെങ്കിൽ പിള്ളേച്ചൻ നുണ പറയുന്നതായിരിക്കും. അന്നം എന്ന് പറഞ്ഞാൽ എൻ്റെ മകൻ പഠിച്ചത്, ഞാൻ ഇതുവരെ ജീവിച്ചത് എല്ലാം സിനിമയല്ലേ. അപ്പോൾ അതുകൊണ്ട് ആ സിനിമയെ ദ്രോഹിക്കുന്ന എന്തെങ്കിലും ആരെങ്കിലും ചെയ്താൽ ഞാൻ പെട്ടെന്ന് വയലന്റ് ആവും. എനിക്ക് അഭിനയിക്കാൻ അറിയില്ല. എൻ്റെ മുഖത്ത് നോക്കിയാൽ സാബുവിന് മനസ്സിലാവും അതെനിക്ക് മനസ്സിലായി, സാബുവിന് എനിക്ക് ഇഷ്ടമാണോ അല്ലേ എന്ന്. കാരണം എനിക്ക് അഭിനയിക്കാൻ പറ്റില്ല, ഞാൻ പച്ചയായ ഒരു മനുഷ്യനാണ്. അപ്പോൾ ഈ പറയുന്ന ഷൈൻ നിഗം എന്ന് പറഞ്ഞ പയ്യൻ തുടക്കകാലത്ത് ചില കുഴപ്പങ്ങൾ കാണിച്ചപ്പോൾ ഞാൻ ഏതോ ഒരു ഇന്റർവ്യൂവിൽ ആരോ എന്തോ ചോദിച്ചു, ഞാൻ അഴുക്ക് ചെറുക്കനല്ലേ എന്ന് പറഞ്ഞതാണ്. അതൊരു നാടൻ ഭാഷാ പ്രയോഗമായിരുന്നു. പക്ഷെ അത് ഇത്രയും കാലം അത് നിലനിൽക്കുമെന്ന് ഞാൻ വിചാരിച്ചു. ഞാൻ വെച്ചിട്ടുണ്ടടാ കോവാല. തിരുവനന്തപുരത്ത് ഷൈൻ ടോ ചാക്ക അഭിനയിക്കുന്നു, നിങ്ങൾക്കറിയാമല്ലോ, നമ്മുടെ സൂസി ചേച്ചി അഭിനയിക്കുന്ന സിനിമ. ആ ലൊക്കേഷനിലേക്ക് ഞാൻ അന്വേഷിച്ചപ്പോഴും നല്ല തങ്കപ്പെട്ട പയ്യനാണെന്ന് പറഞ്ഞു ഈ ഷൈൻ ടോ ചാക്ക. ഈ ഭയങ്കര നിനക്ക് ബുദ്ധിയില്ലെന്ന് പറഞ്ഞ വെറുതെ ആണല്ലേ. ഇന്റർവ്യൂ ചെയ്യാൻ കുറ്റിയും പിടിച്ചോണ്ട് എറണാകുളത്ത് കുറെ കൂതറ പിള്ളേർ ഇറങ്ങുമ്പോൾ അവർ ചോദിക്കുന്ന ചൊറിയുന്ന ചോദ്യങ്ങൾ കേൾക്കുമ്പോൾ മാത്രമാണ് ഈ ഷൈൻ ടോ ഉടക്കണേ. ഇതാണ് എപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നതല്ലേ. അപ്പൊ നമ്മൾ അത് കാണുമ്പോൾ വിചാരിക്കാൻ എന്തിനും അടിച്ചിട്ടിരിക്കണം. പക്ഷെ സെറ്റിലൊക്കെ എന്തൊരു ഉത്തരവാദിത്തമാണ്, നന്നായിട്ട് ബിഹേവ് ചെയ്യുന്ന ആളാണ്. അങ്ങനെയൊക്കെ വഴിയില്ലോ. സെറ്റിലൊക്കെ എന്തൊരു ഉത്തരവാദിത്തമാണ്, നന്നായിട്ട് ബിഹേവ് ചെയ്യുന്ന ആളാണ്. അങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്ന ഒരാളാണെങ്കിൽ നിരന്തരമായിട്ട് സിനിമകൾ കിട്ടൂലല്ലോ. ഇല്ല, എന്നെ ഈ ഷൈൻ നിഗോ എന്ന് പറഞ്ഞ പയ്യ ഒരു ദിവസം ഇതുപോലെ എന്തോ കുസൃതി തരം കാണിക്കാൻ കൂടെയുള്ളവന്മാരാരോ പൊക്കി വിട്ടു കൊടുത്തിട്ട് എന്നെ വിളിച്ചു. ഞാൻ ചോദിച്ചു ആരാ? അത് ഞാൻ ചേട്ടാ ഞാൻ ഇന്ന ആളാണ്. ഞാൻ പറഞ്ഞു പറ. അല്ല ഞാൻ ലഹരി ഉപയോഗിക്കുമെന്ന് നിങ്ങൾ ഇങ്ങനെ ഞാൻ പറഞ്ഞു മോനെ അതൊക്കെ ഒരു വർഷം മുമ്പല്ലേ. അല്ല എന്നാലും അത് എനിക്ക് ഒരുപാട് ഡാമേജ് വരുത്തി എന്ന് പറഞ്ഞാൽ അവൻ ഒരു കാര്യം പറഞ്ഞപ്പോൾ ഞാൻ അവന് തിരിച്ചൊരു കാര്യം പറഞ്ഞത്, മോനെ എൻ്റെ ഫോണിലൊരു സാധനമുണ്ട്, ഒരു വിഷ്വലുണ്ട്, ഞാൻ എൻ്റെ പ്രോഗ്രാമിൽ അത് കാണിച്ചിട്ടില്ല, ഞാൻ നിനക്ക് അയച്ചു തരട്ടെ എന്നിട്ട്. അവൻ അപ്പോൾ ഫോൺ കട്ട് ചെയ്ത് പോയി. ഒരു ശല്യമില്ല പിന്നെ എന്നോട്, ഞാനില്ലാത്തതൊന്നും പറയില്ല അന്നേ. എന്ത് തങ്കപ്പെട്ട മനുഷ്യനാടാ ഇവനെ പറ്റി തോന്നിയ ദിവസം പറഞ്ഞത്. എന്റെ അറിവില്ലായ്മ കുറവുണ്ട് അങ്ങനെ